അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി പുഡിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പാർട്ടിക്കൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. അപ്പം പുഡിങ് എന്താണെന്ന് വെച്ചാൽ പനീർ പുഡിങ്ങാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ലൊരു എന്താ പറയുക ജെല്ലി ടൈപ്പ് പുഡിങ്ങാണിത്. അപ്പം തിന്നാനും നല്ല എന്താ പറയുക നമ്മളൊരു ഇളനീർ പുഡിങ്ങിൻ്റെയൊക്കെ ആ ഒരു മോഡൽ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാനൊരു തോന്നുന്നൊരു പുഡിങ്ങാണ്. പിന്നെ പ്രത്യേകിച്ചും പിരിഞ്ഞു പോയ പാൽ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പാല് പിരിഞ്ഞാൽ ഇനി അത് കളയാനൊന്നും നിൽക്കണ്ട. ഇതേപോലെ പുഡിങ്ങോ ഗുലാബ് ജാമൊക്കെ ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഈ ഒരു സിമ്പിൾ പുഡിങ് ഉണ്ടാക്കുന്നത് നോക്കാം. പുഡിങ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു പനീർ പുഡിങ് അല്ല ഉണ്ടാക്കാൻ വിചാരിച്ചത്. വേറൊരു പുഡിങ്ങാണ്. ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ അത് ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി തിരിച്ചതാണ്. അങ്ങനെ ചൈന ഗ്രാസൊക്കെ ഞാൻ എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസാണിത്. ഇത് ഞാനിപ്പോൾ ഒരു പകുതിയോളം എടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ട്വിസ്റ്റ് ഉണ്ടാവില്ല ലാസ്റ്റാണ്. പക്ഷെ എൻ്റെ പുഡിങ് ഉണ്ടാക്കുമ്പം ഫസ്റ്റ് തന്നെ ട്വിസ്റ്റാണ് ഉണ്ടായത്. അതെന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ചൈന ഗ്രാസ് ഓൾറെഡി അവിടെ കുതിർത്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലോറിൻ്റെ ഒരു മിക്സാണ്. കോൺഫ്ലോർ സ്ലറി വേണം. അപ്പം ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാൽ, ഒരു 1/4 ഗ്ലാസോളം പാൽ ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ കോൺഫ്ലോർ മിക്സും അതുപോലെ തന്നെ ചൈന ഗ്രാസും ഓൾറെഡി അവിടെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് തിരിയാത്തൊരവസ്ഥയിലായിപ്പോയി. പാലവിടെ ഞാൻ ചൂടാകാനായി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടുന്ന ആ പുഡിങ്ങിന് വേണ്ടുന്ന പാല് 2 ഗ്ലാസ്സാണ്. ഞാൻ അങ്ങനെ 2 ഗ്ലാസ് പാല് ഒരു വലിയൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1.5 ഗ്ലാസ്സോളം ഫ്രഷ് ക്രീമും വേണം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പാലും ഈ ഫ്രഷ് ക്രീമും ഒക്കെ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടു. അപ്പോൾ പാലും ഫ്രഷ് ക്രീമും നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് പനീർ അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് തുടക്കത്തിലേ ഞാൻ കാണുന്നുണ്ട് ചെറുതായിട്ട് പിരിഞ്ഞ് വരുന്നത്. എന്നാലും എൻ്റെ അടുത്ത് അങ്ങ് പനീർ ഇട്ടുപോയി. ഞാൻ വിചാരിച്ച പുഡിങ്ങും ഉണ്ടാക്കാൻ പറ്റില്ല. ആകെ ഒരവസ്ഥയിലായിപ്പോയി. എന്താ ചെയ്യുക, ഈ ഇട്ട പനീർ ഞാൻ തിരിച്ചെടുക്കാനും പറ്റില്ലല്ലോ ഇതേപോലെ. അപ്പോൾ പിന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അത് വീണ്ടും ഒന്ന് അരിച്ചെടുത്തിട്ട് നന്നായിട്ടൊരു തുണിയിലിട്ടങ്ങ് പിഴിഞ്ഞെടുത്ത് ഒരു പനീർ തന്നെ ആക്കിയെടുത്ത് വീണ്ടും. എന്തായാലും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം ഓൾറെഡി പുഡിങ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചും പോയി. പിന്നെ അവിടെ ചൈന ഗ്രാസ് മെൽറ്റാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കോൺഫ്ലവർ സ്ലറി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ വെറുതെ എന്താ ചെയ്യുക എന്നുള്ളത് കൊണ്ട് മാത്രം പിന്നെയും ഞാൻ പുഡിങ് തന്നെ ഉണ്ടാക്കി. അതാണ് പനീർ പുഡിങ്. അപ്പം ഇനിയുള്ളതാണ് ഞാനിപ്പം കാണിച്ച പനീർ പുഡിങ്ങിൻ്റെ ശരിയായ റെസിപ്പി. പാൽ ഇതേപോലെ ഞാനൊരു 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാകാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മുടെ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ കോൺഫ്ലോർ മിക്സ് ഉണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് കൈവെക്കാണ്ട് അങ്ങ് ഇളക്കി കൊടുക്കണം. അപ്പോൾ പാല് ചൂടായിക്കൊണ്ടിരിക്കുമ്പം കോൺഫ്ലോറിൻ്റെ മിക്സ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതങ്ങ് കട്ടിയായി പോകും, നല്ല തിക്കായിട്ട് വരും. അതുകൊണ്ട് കൈവെക്കാണ്ട് അങ്ങ് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിച്ചു പോകും. അപ്പം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, കുറച്ചങ്ങ് കട്ടിയായി വന്നിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഫ്രിഡ്ജിലിട്ട് സെറ്റാകാനായിട്ട് വെക്കുന്ന ഒരു സാധനം. അപ്പം തണുപ്പ് കൂടുന്നതിനനുസരിച്ചിട്ട് മധുരം കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചധികം മധുരം വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പം നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. കട്ടയില്ലാണ്ട് തിക്കായിട്ട് വരണം. അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കൈവെക്കാണ്ട് തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോൺഫ്ലവർ മിക്സ് ഇവിടെ നന്നായിട്ട് വെന്തിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചൈന ഗ്രാസ് ഒന്നങ്ങ് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ്. അപ്പോൾ അതിൻ്റെ ഞാൻ പകുതിയെ എടുത്തിട്ടുള്ളൂ, 5 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. ഒരു ഗ്ലാസോളം വെള്ളം ഇട്ടിട്ട് സോക്ക് ചെയ്തിട്ട് ആ വെള്ളത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ അലിയിച്ചെടുക്കുന്നത്. അപ്പോൾ ചൈന ഗ്രാസ് ഞാനിപ്പം ലോ ആക്കി വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് പാലിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണോളം പനീർ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. പനീർ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് വിനിഗർ ഇട്ട് കഴിഞ്ഞാൽ പിരിഞ്ഞ് വരും. ആ പിരിഞ്ഞ് വരുന്നത് നമ്മളൊരു തുണിയിലോ അരിപ്പയിലോ ഇട്ടിട്ട് അരിച്ചെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് പിഴിഞ്ഞെടുക്കണം. ഈ വിനീഗറോ നാരങ്ങ നീരോ ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം ഇട്ടിട്ട് തുണി പിടിച്ചുകൊണ്ട് തന്നെ വെള്ളം ഇട്ട് അങ്ങനെ അങ്ങ് പിഴിഞ്ഞെടുക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ പനീർ. അപ്പം ഞാനിപ്പം പനീർ ഒന്ന് നന്നായിട്ട് ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ ഇത്. ഈ സമയത്തേക്കും നമ്മുടെ ചൈന ഗ്രാസും മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് രണ്ടും കൂടെ അങ്ങ് മിക്സ് ആക്കാം. അപ്പോൾ അതിന് മുമ്പേ ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഈ പാലിൻ്റെ മിക്സിലേക്ക് നമുക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം.
അല്ലെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ചൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം എല്ലാം കൂടെ നന്നായി മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെൽറ്റാക്കിയ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം. അപ്പം രണ്ടും ഒരേ ചൂടുള്ള സമയത്ത് വേണം നമ്മളിത് മിക്സാക്കാൻ. എന്നാലേ അതിൻ്റെ ഇല്ലെങ്കിൽ അതൊരു പിരിഞ്ഞ പോലെ ഉണ്ടാവും. ചൈന ഗ്രാസ് ഞാനിപ്പം ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ടാണ് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പം ചൈന ഗ്രാസ് എല്ലാം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. എല്ലാം നന്നായിട്ട് എല്ലാത്തിലും അങ്ങ് പിടിച്ച് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കണം. അങ്ങനെ എല്ലാം ഇപ്പം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം പുഡിംഗ് ട്രേ ഞാനിപ്പോൾ ഒന്നങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പർ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മിക്സ് നമുക്ക് ഈ ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത ശേഷം ഫ്രിഡ്ജിലേക്ക് ഒരു 2-3 മണിക്കൂർ സെറ്റാകാനായിട്ട് വെക്കാം. അപ്പോൾ എനിക്കിത് സത്യം പറഞ്ഞാൽ പുഡിംഗ് ഉണ്ടാക്കുന്നത് തന്നെ പേടിയുള്ള കാര്യമാണ്. കാരണം ഇത് സെറ്റാകുമോ, ഉറച്ച് കിട്ടുമോ എന്നുള്ള ടെൻഷനൊക്കെയാണ്. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കിയ പുഡിങ്ങാണ്. ഞാനിത് പിറ്റേത്തെ ദിവസമാണ് എടുത്തത്. അപ്പം കണ്ടോ, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്, നന്നായിട്ട് ഉറച്ച് കിട്ടിയിട്ടുണ്ട്, ഭാഗ്യം. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പം ഞാനിപ്പം കുറച്ച് കൊക്കോ പൗഡറും പാൽപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ അങ്ങ് മുകളിൽ അങ്ങ് വിതറി കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് തന്നെ പൊടിച്ചിട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിപ്പം കുറച്ച് കാഷ്യൂ വറുത്തിട്ട് അതങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് സൈഡിലൊക്കെ ഇതേപോലെ അങ്ങ് വിതറി കൊടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ ഉള്ള ഗുഡ് ഡേ ബിസ്ക്കറ്റൊക്കെ പൊടിച്ചിട്ട് വെച്ച് കൊടുത്താൽ ക്രഞ്ചി ടേസ്റ്റ് കിട്ടും. ഇതൊക്കെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ജെല്ലി ആയിട്ടുള്ള പുഡിങ്ങിൽ ഇങ്ങനെയുള്ള ആ ഒരു കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം എൻ്റെ ഈ ഒരു സിമ്പിൾ പുഡിങ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ പണി പാളിപ്പോയ പുഡിങ് ആയതുകൊണ്ട് അത്ര വലിയ ഹാപ്പി ആയിട്ട് പറയുന്നില്ല. എന്തായാലും ഉണ്ടാക്കിയതിന് ശേഷം നല്ല അടിപൊളി ടേസ്റ്റാണ്. പനീർ ഉണ്ടാക്കാനും ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഓൾറെഡി പിരിഞ്ഞ പാലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാമല്ലോ. അപ്പം വിചാരിച്ച പുഡിങ് വേറെയാണ്, പക്ഷേ ഉണ്ടാക്കി കാണിക്കുന്നത് വേറെയാണ്. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. പനീർ പുഡിങ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇങ്ങനെ ജെല്ലിയായിട്ട് കാണുന്നതിനെ തന്നെ ഉമ്മ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക അതിനെ വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കൂ, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയൂ. പണി പാളിപ്പോയതൊന്നും മൈൻഡ് ചെയ്യണ്ട. പാല് കാച്ചിയിട്ട് അതിലേക്ക് പനീറും പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ഒക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. പിന്നെ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. പുതിയ റെസിപ്പീസുമായി ഇനി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമൂൺസ് കിച്ചൺ. താങ്ക് യു.